കാസർഗോഡ് പാണത്തൂരിൽ ഒഴുക്കിപ്പെട്ട് മരിച്ച 4 വയസ്സുകാരി സന ഫാത്തിമയ്ക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം പാണത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു സന ഫാത്തിമയെ കാണാതായത്. വീടിന്റെ സമീപത്തെ നീർച്ചാലിൽ വീണ കുട്ടി ഒഴുക്കിൽപ്പെട്ട് പുഴയിലെത്തിയതാകാമെന്നാണ് നിഗമനം. ബുധനാഴ്ച ഉച്ചയോടെ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ പാണത്തൂർ പുഴയുടെ കൈവഴിയായ പവിത്രം കയത്തിലെ വേരുകൾക്കിടയിൽ നിന്നുമാണ് സന ഫാത്തിമയുടെ മൃതദേഹം കണ്ടെത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി 8:30യോടെ സനയുടെ മൃതദേഹം പാണത്തൂരിലെത്തിച്ചു. വീടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം 9 മണിയോടെ പാണത്തൂർ ജുമാ മസ്ജിദിൽ സന ഫാത്തിമയുടെ മൃതദേഹം സംസ്കരിച്ചു. പാണത്തൂർ ബാപ്പും കൈത്ത ഇബ്രാഹിം ഹസീന ദമ്പതികളുടെ മകളാണ് സന ഫാത്തിമ. കുട്ടിയുടെ തിരോധാനം ഏറെ ദുരൂഹതകൾ ഉയർത്തിയതിനാൽ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം റിപ്പോർട്ടർ, കാസർഗോഡ്.